അപ്പൊ നമ്മളെ ബെഡ്റൂമിന്റെ മേക്ക് ഓവറെല്ലാം കഴിഞ്ഞേട്ടാ. ഇനി ഫൈനൽ ലുക്ക് നമുക്ക് കാണണ്ടേ? വാ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബായി നോക്കുന്നുണ്ട്. എന്താ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്താണോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ഇതിൻ്റെ പണിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നു, പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ശരി, കഴിഞ്ഞ വ്ളോഗാണെങ്കിലും ഇതിന്ന് രാത്രി തന്നെ ഇവർ വന്ന്. മറ്റേ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയതുകൊണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ എന്തായാലും റൂം മേക്ക് ഓവർ വീഡിയോൻ്റെ പാർട്ട് 3. അപ്പോൾ ഇന്ന് ഇത് ഫിനിഷാവും, ഫുൾ ഫിനിഷ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടാവും ഈ ചുമര് ഇങ്ങനെ വൃത്തിയുടെയായിട്ടുള്ളത് കണ്ട. ഇതാണ് ഈ ചുമരിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ ചുമര് നമ്മളിപ്പോൾ മാറ്റി ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഫാനിലാണ് കേട്ടോ നമ്മൾ ബോർഡിലേക്ക് ചുമരിൽ ഒരു സൈഡ് വരാൻ വേണ്ടി പോകുന്നത്. ആക്സിബ്ലേഡ് പിള്ളേരുടെ അടുത്ത് കൊടുത്തേക്കാൻ പറ്റും. നീ എടുത്തിട്ട് വന്നേ. പൊന്തും പൊന്താത്തോണ്ടല്ലോ. ബൈ. അപ്പോൾ ഈ ഒരു പാനലാണ് നമ്മുടെ ഈ വാളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം കാണാം. അപ്പോൾ വർക്കുകൾ ഇങ്ങനെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫിനിഷായി കഴിയുമ്പോഴേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗി ഉണ്ടാവില്ലെന്നൊക്കെ ഇത് ഫിനിഷായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് ഇന്ദ്ര? ഇന്ദ്ര പാട്ടെല്ലാം പാടി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ. അപ്പൊ ഇന്ന് പഠിക്കാനായിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ബാൽക്കണിയിലാണ് ഇരുന്നിട്ടുള്ളത്. കാരണം അവരവിടെ പണി നടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാനിരിക്കണം. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇവിടെ പഠിക്കാനിരുന്നിട്ട്. മഴക്കാലമായതുകൊണ്ട് നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ പുറത്ത് കൂനാക്കൂനിരുട്ട് ചീവീടിന്റെ ശബ്ദം അല്ലേ, അതൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതാണ് കേട്ടോ. അതെ, അപ്പൊ എന്തായാലും മക്കളെ പഠിപ്പിക്കട്ടെ ഇവരിവിടെ. വേറെ എന്താ നമുക്ക് പറയാനുള്ളത്? നമ്മളിങ്ങനെ എക്സൈറ്റ്മെന്റ് നമ്മുടെ റൂം കാണാനായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ റൂം നമ്മുടേതായിട്ട് വിട്ട് കിട്ടണമെങ്കിൽ ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ഇന്ന് വാൾപേപ്പർ ഒട്ടിക്കാൻ വന്നവര് ഫുള്ളായിട്ട് കാണിക്കാല്ലേ നമുക്ക് എല്ലാവരും. ഇനി ഫുള്ളായിട്ട് കാണിക്കാന്ന് ഇന്ദ്രു പറഞ്ഞത്. അപ്പൊ എന്തായാലും വാൾപേപ്പർ ഒട്ടിക്കുന്നവർ നാളെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇവര് പഠിപ്പിക്കട്ടെ ഇവിടെ അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഏകദേശം നിങ്ങൾക്ക് ഈ മിററിൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഫുൾ ഫിനിഷ് ആയിട്ടുള്ളത് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് അപ്പം എന്തായാലും ഇവിടെ അടുത്തത് ഈ ഭാഗം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതെന്തായാലും നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് കറക്റ്റ് ഇനിയിപ്പോൾ എന്തായാലും ഫൈനൽ കാണിച്ചാലല്ലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനി തീരട്ടെ. നമ്മളെന്തായാലും ഇതിൻ്റെ വാൾപേപ്പറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്നത് ഇതവർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ. നമ്മളെ ബെഡ്റൂമിന്റെ മേക്ക് ഓവറെല്ലാം കഴിഞ്ഞേട്ടാ. ഇനി ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ? വാ കാണിച്ചു തരാം. നികി, അത് ഫൈനൽ ലുക്ക് കാണുന്നതിന് മുമ്പായിട്ടേ നമുക്ക് നമ്മുടെ ഈ ഹാളും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെഡ്റൂം കാണാം അല്ലെ. അതെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് കേറി വരുന്ന ഈ ഒരു ഭാഗം കൂടി ഒന്ന് ചെറുങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സിംഗ് ടേബിള് നമ്മൾ ഇവിടത്തേക്ക് ചേഞ്ച് ആക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ചേഞ്ച് ചെയ്തു. അപ്പൊ അത് ചേഞ്ച് ചെയ്തപ്പോൾ ഉള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മുടെ അവിടെ റൂമിൽ ഉണ്ടായിരുന്നതാണ് അല്ലെ, ഇതെല്ലാം. അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് അല്ല മറ്റേ തുണിയൊക്കെ മുഷിഞ്ഞ തുണികളെല്ലാം ലോണ്ടറി ബാസ്കറ്റ് പിന്നെ എപ്പോഴും കൈവരിമേല് കൊണ്ടുവന്നിടും. അതെ, ഞാനും അപ്പൊ അത് കണ്ട് ശീലാക്കി ഞാനും അങ്ങനെ ഇടും, പിള്ളേരും ഇടും. അപ്പൊ എന്തായാലും ഇവിടെയൊക്കെ നമ്മുടെ മുമ്പുള്ള പോലെ തന്നെ നമ്മുടെ ചെടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ചെടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്ന മാറ്റ് അതെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റൂമിലത്തെ എല്ലാം ഇവിടത്തേക്ക് ഇട്ടിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ളത്. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോയാലോ? റൂമിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ബെഡ്റൂം, നമ്മളെ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബാൽക്കണി. ഇവിടെ നമ്മളൊരു നൈറ്റ് വ്യൂ നല്ല ചീവീടുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. നൈറ്റ് വ്യൂ കാണിക്കാൻ പറ്റിയ സമയം ഉണ്ടായോ? അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മളിപ്പോ ഒരു 2-3 പാർട്ടുകളായിട്ട് എടുത്ത നമ്മുടെ ബെഡ്റൂമിന്റെ ഒരു ഫൈനൽ ലുക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ എന്ത് കാണിക്കാൻ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു ടെൻഷനുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്താ പറയുക എന്നുള്ള. അതോ
എന്താകും കൊളായി എന്ന് പറയുമോന്നൊന്നും അറിയില്ല. എന്തായാലും കാണിച്ചു തരാം. അതിനു മുമ്പ് എല്ലാവരും ഒരു കമന്റ് പറയുന്നത് എനിക്കറിയാം. ഇതെല്ലാം അടിപൊളിയാക്കി ഈ ഫോട്ടോ ഇവിടെ നിന്ന് മാറ്റണം. ഇത് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങള് പറിച്ച അത് ഇതാക്കും. അതുകൊണ്ട് ഇത് എന്തായാലും അടുത്ത തവണ മാറ്റും. അപ്പൊ ഇത് കാണിച്ചു തരാം. കാണാം. ദൈവം എനിക്ക് ടെൻഷനാകുന്നത് കാണിക്കണേ. ലൈറ്റ് കിട്ടുന്നുണ്ടാ? ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് വരുന്നില്ല, ഞാൻ കാണിക്കാം. തുറന്നു തരവാ. എന്നാ പിന്നെ നേരെ തുറന്നോ. ക്യാമറാമാൻ തോട്ടെ. അപ്പൊ ഇതാ നമ്മുടെ ഇത്ര ദിവസത്തെ നമ്മുടെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ നമ്മുടെ ബെഡ്റൂമിന്റെ ഒരു ലുക്ക്. അതെ, ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. അപ്പോ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം നിങ്ങളെ. ഇതാ ഇവിടെയാണ് നമ്മൾ നമ്മുടെ വാൾപേപ്പർ ഒക്കെ സെറ്റ് ചെയ്തത്. ആ ഒരു ഏരിയയിലാണ്. പിന്നെ നമ്മള് ഇതാ ഇത് നമ്മുടെ പാനലിങ് ചെയ്തത് അത് ഈ ഒരു ഏരിയയിലാണ്. പിന്നെന്താ പറയണ്ടേ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾ കണ്ടതെല്ലാം തന്നെയാണ്, എങ്കിലും ഒന്നും കൂടി വിശദമായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഒരു കോർണറിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ വ്യൂ കാണാൻ വേണ്ടി പറ്റും അല്ലെ. അവിടെ ഒരു വാൾപേപ്പർ, പിന്നെ ഇപ്പുറത്തെ എന്താണ് എന്തിന്റെ പേര്, ലൂബർ ഷീറ്റാ അങ്ങനെ എന്തോ ഒരു ആ ഒരു ഷീറ്റ്. ഇത് ഞങ്ങളൊരു കണ്ടല്ലോ, ഒരു ഗ്രീനില് ഒരു സിൽവർ ലൈൻ ഉണ്ട് ഇതിനകത്ത്. അത് ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ലൈൻ പോകുന്നുണ്ട്, കണ്ട ഇങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വാൾപേപ്പർ ഒരു ഐവറി ഗോൾഡൻ ലൈൻ പോകുന്ന തരത്തിലുള്ള ഒരു വാൾപേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ ബ്ലൂ കളറായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ റൂം മൊത്തത്തിലൊരു ബ്ലൂ കളറായിരുന്നു. ആ ബ്ലൂ കംപ്ലീറ്റ് ആയിട്ട് ഒരു എപ്പോഴും ലൈറ്റ് കളറ് ബെഡ്ഷീറ്റെല്ലാം വിരിക്കണം, ആ കളർ ഉണ്ടായിരുന്നു. അപ്പൊ ഇരുണ്ട കളർ വിരിച്ച അപ്പൊ റൂം ഒരു നമുക്ക് മങ്ങിച്ച പോലെ തോന്നും. അതെ, ഇതിപ്പോ ലൈറ്റ് കളർ അത് പറഞ്ഞില്ല നമ്മള് ബെഡ്ഷീറ്റ് എന്താ ഇപ്പൊ ഒരെണ്ണം പുതിയത് വാങ്ങി. എല്ലാവരും പറഞ്ഞിരുന്ന പോലെ അത് മാറ്റിയിട്ടുണ്ട്. കാരണം കണ്ട് മടുത്തു. ഇനിയിപ്പോ നമ്മൾ വിചാരിച്ച റൂം മേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ ആ ബെഡ്ഷീറ്റ് തന്നെ കൊണ്ട് വിരിക്കുന്നതിൽ കാര്യമില്ലാന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ബെഡ്ഷീറ്റ് പരമാവധി പറഞ്ഞെല്ലാം നോക്കി ഒപ്പിക്കാനെല്ലാം നോക്കി. വീഡിയോ എടുക്കുമ്പോ എന്തായാലും നല്ല ബെഡ്ഷീറ്റ് വിരിക്കണം. പിന്നെ ഇത് ഇവിടെ പിന്നെ വാങ്ങിയതാണ് ഇതാ ഈ മാറ്റ്. ഇവിടെ കിടന്നിരുന്നത് പുറത്തിട്ട ആ മാറ്റായിരുന്നു. ഇതിപ്പോ നല്ല അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള. ഇനിയിപ്പോ ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വേസ്റ്റ് ബിൻ വാങ്ങി വെക്കണം. അതെ, കാരണം പിള്ളേർ ഇവിടെ നിന്ന് ഇരുന്ന് പഠിക്കുമ്പം കടലാസും കാര്യങ്ങളെല്ലാം റൂമിലേക്ക് തന്നെ ഇടും. അപ്പൊ വേസ്റ്റ് ബിൻ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കണം. പിന്നെ എന്റെ കുപ്പിയും അത് മാച്ചായി വന്നിട്ടുണ്ട്. എന്റെ ഡ്രസ്സും മാച്ചായി വന്നിട്ടുണ്ട്. വേറെ ഒന്നും മാച്ച് ഇല്ലെങ്കിലും അതൊക്കെ മാച്ചായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അപ്പൊ നമ്മുടെ ടേബിള് ഇതാണ്. നമ്മൾ ഇവിടത്തൊക്കെ നമ്മുടെ ഈ മേക്ക് ഓവറൊക്കെ വരുത്താനുള്ള കാരണം ഇവരൊക്കെ തന്നെയാണ്. ഈ കാണുന്ന ഫർണിച്ചറും അതുപോലെ തന്നെ ഈ ടേബിളും. കാരണം സിൻസിയർ ഫർണിച്ചറിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ കസ്റ്റം ചെയ്യിച്ചത്. അത്ര അടിപൊളിയായിട്ട് സുനിയേട്ടൻ ഇത് ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഫർണിച്ചറുകൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തും ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് സിൻസിയർ ഫർണിച്ചറിൽ നിന്ന് നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. കാരണം അവരിതുപോലെ അളവിൽ നോക്കിയേ കറക്റ്റ് ഇതിനോട് ചേർത്ത് ജോയിന്റ് ആക്കി കസ്റ്റം നമ്മുടെ സൈസിൽ കറക്റ്റ് അളവിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇതുപോലെയൊക്കെ വേറെ എവിടെ കിട്ടും? ഇത് കണ്ട ഈ ടേബിൾ ഇത് ഉപയോഗപ്പെടുത്തി ഇതിനോടൊപ്പാക്കി. പിന്നെ ഈ ഒരു സ്പേസ് ഇതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട ഈ ഡബിൾ ഹൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം, അതും ഇത്ര റിസ്ക് ആയിരുന്നു ഇവിടുന്ന് കുറച്ച് കയറ്റാനൊക്കെ. അത് പീസായി കൊണ്ടുവന്ന് എല്ലാം കസ്റ്റം സൈസിൽ ഫിറ്റ് ചെയ്തു വെച്ചത്. എന്താന്ന് വെച്ചാൽ അധികം എടുക്കാത്ത സംഭവം, അധികം എടുക്കാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു. കൊറേ ഇങ്ങനെ ബോണ്ടും കാര്യങ്ങളും LIC ചെയ്തും എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതൊക്കെ ഇവിടെ വെച്ചു. ബാക്കി ഇനിയും വെക്കാൻ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടികള്, ക്യാമറന്റെ സാധനങ്ങള് അതൊക്കെ അവിടെ വെച്ചു. അവിടെ ഇവിടെ എല്ലാവർക്കും സഞ്ചിയിലെല്ലാം കെട്ടി വെച്ചിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞല്ല, മുഷിഞ്ഞ തുണികള്, മുഷിഞ്ഞതല്ല, വന്നു കഴിയുമ്പോ മാറ്റി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെച്ചു. ഇതിലോ അപ്പൊ പരമാവധി മുഷിഞ്ഞതല്ല മാറ്റിയിട്ട തുണികൾ അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പൊ റൂമില് ശരിക്കും പറഞ്ഞ ഇത് ഇവിടുന്ന് ചവിട്ടി 2 ചവിട്ടി ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ചവിട്ടി തുടച്ച് ബാത്റൂമിൽ വരുമ്പോ ഇവിടെ ചവിട്ടി തുടച്ചിട്ട് അതിനുശേഷം മാത്രം ഇതിൽ കയറാൻ പാടുള്ളൂ. നിങ്ങളുടെ ഓർഡറാണ്. അതും ബാത്റൂമിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ പോണം. നല്ല എപ്പോഴും അങ്ങനെ പോയാ മതി. ഞാൻ പോകും, നിങ്ങളുടെ മക്കളും പോയാ മതി. അപ്പൊ എന്തായാലും ഞാൻ ഈ കാണിച്ചതാണ് നമ്മുടെ ഇത്. നമ്മളിവിടെ ഒരു വേറൊരു സംഭവം ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളൊരു ഇവിടെ ഒരു 2 ഫോട്ടോസൊക്കെ വേറെ വെക്കും. തൽക്കാലം ഒരു ഫോട്ടോ അങ്ങനെ കൊടുത്തതാണ്. ഫ്ലവർ വേസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനിൽ നിന്ന് ഓൺ ദ വേ ആണ്. അതെ. അപ്പൊ ഇനിയിപ്പോ ഒരു ചെയർ, സഞ്ചരിക്കുന്ന ചെടികൾ തന്നെ നമ്മൾ ഇവിടെ വെച്ചു. ഇനിയിപ്പോ ഇവിടെ ഒരു ചെയർ വരാനുണ്ട്. അതിങ്ങനെ ഉള്ളിലോട്ട് പോകും. അതിന് കണക്കായിട്ടുള്ള ഒരു ചെയറും കൂടി വരാനുണ്ട്. അത് സുനിയേട്ടനെ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ട് വരുമ്പോ നോക്കിയിട്ട് എടുത്തോന്നും പറഞ്ഞു. ചെയർ ഇവിടെ വരുമ്പോ നമുക്ക് എന്തോ ഒരുപോലെ തോന്നില്ല. അന്നേരം തന്നെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോ തോന്നാൻ സാധ്യതയുണ്ട് ചെയർ ഇട്ടിട്ട്. പിന്നെ എന്താ പറഞ്ഞു വന്നേ, അപ്പൊ ഒന്നുമില്ല, നമ്മൾ പിന്നെ ഈ ഒരു മേക്ക് ഓവർ എന്ന് പറയാൻ കാരണം നമ്മള് നമ്മുടെ റൂമിലല്ലേ നമ്മള് അല്ലെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം നമ്മള് എല്ലാ ടെൻഷനും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വന്ന് കിടക്കുന്ന ഒരു റൂം എന്ന് പറയുമ്പോ അതൊരു ഭംഗിയായിരിക്കണം എന്ന് തോന്നി. മുമ്പും ഭംഗി തന്നെ ആയിരുന്നു, മോശമൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. പിന്നെ ഇത്തവണ ഈ ഫർണിച്ചറൊക്കെ വന്നപ്പോൾ അങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തിയതാണ്. അപ്പൊ എന്തായാലും ഇതിനൊക്കെ നന്ദി പറയേണ്ടത് സുനിയേട്ടനോടാണ്, ഇത്ര അടിപൊളിയായിട്ട് ഫർണിച്ചർ ചെയ്തു തന്നതിന്. അപ്പൊ എന്തായാലും സിൻസിയർ ഫർണിച്ചറിൽ നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇവർ കണ്ണവരത്തുണ്ട്, അതുപോലെ തന്നെ പാപ്പിൻശ്ശേരിയിലുണ്ട്, മാട്ടൂലുണ്ട്. അപ്പോൾ ഫർണിച്ചർ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് ഫർണിച്ചറോ ആയിക്കോട്ടെ ധൈര്യമായിട്ട് നിങ്ങൾ സുനിയേട്ടനെ സമീപിച്ചോളൂ. ഞാൻ കോണ്ടാക്ട് നമ്പറും കൊടുത്തേക്കാം. എന്തായാലും അവർ നിങ്ങൾക്ക് കസ്റ്റമാണെങ്കിൽ കസ്റ്റം, സോഫയാണെങ്കിൽ സോഫകൾ, എന്ത് സൈസിലുള്ളതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചെയ്തു തരും. അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോ അല്ലേ. അപ്പൊ നമ്മുടെ റൂം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഞങ്ങൾക്കത് ഇവിടെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇത് നമ്മൾ മുമ്പേ ഉള്ള പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആ ചുമരം ഒന്ന് വെറുതെ ക്ലീൻ ആക്കിയത് മാത്രമേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, നമുക്ക് ഒരു പാനലിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് ചെറിയ രീതിയിൽ. അത് പക്ഷെ ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അതെന്തായാലും ഇപ്പൊ ഇങ്ങനെ നിക്കട്ടെ. അപ്പൊ ഈ ലെവലിലാണ് ഇപ്പോഴത്തെ മേക്ക് ഓവർ. ഇനി തൽക്കാലം അടുത്തൊന്നും ഒരു പരിപാടി ഇല്ല. ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയൂ. എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടൊക്കെ നോക്കാം അല്ലേ. എന്തായാലും ഇനി ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നാലും നോക്കട്ടെ. നമ്മൾ ചെയ്ത ഈ റൂം നിങ്ങൾ എത്ര പേര് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു തൃപ്തിയും കൂടി അല്ലേ. അപ്പൊ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ റൂം മേക്ക് ഓവർ എന്തായാലും ഇവിടെ തീരെയാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.